കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ് കാട്ടാക്കട. എന്നാൽ ഇത്തവണ അതിശക്തമായ മത്സരമാണ് കാട്ടാക്കടയിൽ നടക്കുന്നത്. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് PK കൃഷ്ണദാസ് കാട്ടാക്കടയിൽ മത്സരിക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു അഡ്വാൻറ്റേജ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ മണ്ഡലമായ കാട്ടാക്കടയിൽ BJPക്കായിരുന്നു ഒന്നാം സ്ഥാനം. അതുകൊണ്ട് തന്നെ BJP വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുകയും ചെയ്യുന്ന മണ്ഡലമാണ് കാട്ടാക്കട. കാട്ടാക്കടയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ കുറിച്ച്, ഇലക്ഷൻ പ്രോസ്പെക്ട്സിനെ കുറിച്ച് സംസാരിക്കുന്നത് കേരള സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ K ജയപ്രസാദാണ്. നമസ്തേ. BJP വളരെയധികം പ്രതീക്ഷ അർപ്പിച്ച മണ്ഡലമാണ് കാട്ടാക്കട. PK കൃഷ്ണദാസ് ആണ് കാട്ടാക്കടയിൽ മത്സരിക്കുന്നത്. കൃഷ്ണദാസിന് എത്രത്തോളം സാധ്യതയുണ്ട് കാട്ടാക്കടയിൽ? തിരുവനന്തപുരം ജില്ലയിലെ BJPക്ക് വളരെയധികം സാധ്യതകൾ ഉള്ളൊരു മണ്ഡലമാണ് കാട്ടാക്കട. ശ്രീ PK കൃഷ്ണദാസ് നാലാമത്തെ മത്സരമാണ്. കൃഷ്ണദാസിന്റെ നാലാമത്തെ മത്സരമാണ് ഇവിടെ. ഈ മണ്ഡലത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിരുവനന്തപുരം പാർലമെന്ററി നിയോജക മണ്ഡലത്തിന്റെ പുറത്താണ്. അതായത് ആറ്റിങ്ങൽ പാർലമെന്ററി നിയോജക മണ്ഡലത്തില് BJPക്ക് വളരെ സ്ട്രോങ് പ്രസൻസ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും, ഓരോ തെരഞ്ഞെടുപ്പിലും BJPയുടെ വോട്ട് ബേസ് ഇംപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മണ്ഡലമാണ് കാട്ടാക്കട. മാത്രമല്ല, കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികൾക്ക് വ്യത്യസ്തമായിട്ട് അതിനെ ഓവർടേക്ക് ചെയ്ത് BJP ഒന്നാം സ്ഥാനത്ത് വരികയും ചെയ്തു. ഉദാഹരണത്തിന് BJPക്ക് 2014 ലോക്സഭാ ഇലക്ഷനിൽ BJPക്ക് 14% BJPയുടെ വോട്ട് ഷെയർ എങ്കിൽ 2019 അത് 31.4% വർദ്ധിച്ചു. 5 വർഷം കൊണ്ടാണ്. 5 വർഷം കൊണ്ട്. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയെ നമ്മൾ കാണേണ്ടത്. കാരണം ഒരു തെരഞ്ഞെടുപ്പിലെ വിജയവും തോൽവിയും മാത്രമല്ല, ആ പാർട്ടി എങ്ങനെയാണ്, അതായത് കേരളത്തിൽ ശക്തമായ ഇടത് വലത് മുന്നണികൾക്ക് ബദലായിട്ട് വന്ന BJP 2014 16% നേടിയെങ്കിൽ അത് 2019 ആകുമ്പോഴത്തേക്കും 31.4% വർദ്ധിച്ചു. 2024 വീണ്ടും അത് വർദ്ധിച്ച് 36.7% ഉയർന്നു. അതായത് BJPയുടെ ഗ്രോത്തില് അപ്പൊ നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 12 വർഷത്തിനുള്ളിൽ BJPയുടെ വളർച്ച, BJPക്ക് 2014 16% ഉണ്ടായിരുന്നത് 2024 അത് 36.7% ഉയർന്നു. അതായത് 10 വർഷം കൊണ്ട് BJPയുടെ വളർച്ച 20%. അതായത് 150% വളർച്ചയാണത്. അതെ. അപ്പൊ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. BJPയുടെ ഈ ഗ്രോത്ത് മുന്നോട്ട് പോകുമെന്നുള്ള ഉറപ്പിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന് സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടത് കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ ആണ് നമ്മളിവിടെ കണക്കാക്കേണ്ടത്. കാരണം എന്തുകൊണ്ട് നമ്മൾ കോൺഗ്രസ് വോട്ട് ഷെയർ എടുക്കേണ്ടത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കേരളത്തിൽ നടത്തിയത് കോൺഗ്രസ് ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു 19 സീറ്റിൽ കോൺഗ്രസ് ജയിക്കുകയുണ്ടായി. അതെ. അപ്പം 19 സീറ്റിൽ ജയിച്ച കോൺഗ്രസിന്റെ കാട്ടാക്കടയിലെ വോട്ട് ഷെയർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കടയിലെ കോൺഗ്രസ് പാർട്ടിയാണ്, കാട്ടാക്കട ഉൾക്കൊള്ളുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കോൺഗ്രസ് ആണ് ജയിച്ചത്. പക്ഷെ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് കേവലം 32.4%. അതായത് 2014 കോൺഗ്രസിന് 39%, 2019 അത് 40%. അത് 2024 അത് വീണ്ടും 32%. അപ്പം BJPയുടെ വളർച്ച ഒരു ഭാഗത്തും, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇടതുപക്ഷത്തെ ലോക്സഭയിൽ ഞാൻ കമ്പയർ ചെയ്യാത്തത്, കേരളത്തിലെ ലോക്സഭയിൽ വളരെയധികം മേൽക്കോയ്മയുള്ളത് കോൺഗ്രസ് മുന്നണിക്കാണ്. അപ്പൊ ആ കോൺഗ്രസ് മുന്നണിക്ക് ലോക്സഭയിൽ ബാക്കി മണ്ഡലങ്ങളിൽ ഉണ്ടായ അഡ്വാൻറ്റേജ്, ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിച്ചിട്ടും കാട്ടാക്കട മണ്ഡലത്തിൽ അതിന് മുന്നേറാൻ കഴിഞ്ഞില്ല. കേവലം 32.4% വോട്ടാണ് കോൺഗ്രസിന് ലഭിച്ചത്. അത് കമ്മ്യൂണിസ്റ്റ് CPM-ന്റെ സ്ഥാനാർത്ഥി, ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് 31.4%, BJPക്ക് 36.67% ലഭിച്ചു. അപ്പൊ ഇത് നമ്മൾ സൂചിപ്പിക്കുന്നത്, ഇത് ലോക്സഭയുടെ അതേ വോട്ട് ഷെയർ നിയമസഭയിൽ ഒരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മളിവിടെ ഒരു അനാലിസിസ് നടത്തുമ്പോൾ BJPയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത്
ഒരു തെരഞ്ഞെടുപ്പിലെ ബെസ്റ്റ് പെർഫോമൻസ് അല്ല, 3 തെരഞ്ഞെടുപ്പിലെ ഗ്രോത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പെർഫോമൻസ് ആണ്. അതില് ആദ്യ തെരഞ്ഞെടുപ്പിൽ 16% നിന്ന് 36% വരുമ്പോഴത്തേക്കും BJP മറ്റു 2 പ്രബല മുന്നണികളെ പുറകിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി നിയമസഭയിലേക്ക് വരികയാണെങ്കിൽ 2011 തെരഞ്ഞെടുപ്പില് അന്ന് കൃഷ്ണദാസ് ആണ് ഇവിടെ തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ മത്സരിച്ചത്. അദ്ദേഹത്തിന് 19.22% വോട്ട് ലഭിച്ചു. അതായത് 22,550 വോട്ടുകൾ ലഭിച്ചു. 2016 അദ്ദേഹത്തിന് 26.94%, അതായത് ഏതാണ്ട് 27% വോട്ട് 2016 ലഭിച്ചു. പക്ഷേ 2021 BJPയുടെ വോട്ട് ഷെയർ 24% മാറി. കാരണം പൊതുവെ പല മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് 2021 കുറഞ്ഞിരുന്നു. അത് സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ട്. 24% മാറി. അപ്പൊ ഇതിൽ നമ്മൾ കോൺഗ്രസിന്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ 2011 കോൺഗ്രസിന് 44% ആയിരുന്നെങ്കിൽ 2016 അത് 35%, 2021 അത് 29% കുറഞ്ഞു. അപ്പൊ കോൺഗ്രസിന്റെ വോട്ടിൽ വളരെ സ്റ്റഡി ഡിക്ലൈൻ കാണാം. ഇവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് LDFന് അതിനു മുമ്പ് 35% വോട്ടും 2011 33% വോട്ടാണ് LDFന് ഉണ്ടായിരുന്നതെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് LDFന് 45% മാറി. അതിൽ ന്യൂനപക്ഷങ്ങൾ, വിശേഷിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങള് വൻപിച്ച രീതിയിലുള്ള കേന്ദ്രീകരണം ഇടതുപക്ഷത്തിന് അനുകൂലമായി. അപ്പം BJP ഒരു ഭാഗത്ത് വളരുകയും കോൺഗ്രസ് ദുർബലമാവുകയും ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിലേക്ക് ഒഴുകുകയും ചെയ്തതാണ് 2021 ഇടതു മുന്നണിക്ക് കൂടുതൽ വോട്ട് കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ ലഭിക്കാൻ കാരണം. ഇതിനൊരു പ്രാദേശികമായ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം ശക്തൻ നാടാരായിരുന്നു നേരത്തെ അവിടെ പ്രതികരിച്ചത്. ഇപ്പൊ ശക്തൻ നാടാരെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിലെ ഒരു നേതാവ് ശ്രമിച്ചു എന്നുള്ള ഒരു വികാരം നാടാർ വിഭാഗത്തിനുണ്ടായിരുന്നു. അതേ ആള് തന്നെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ആരാണോ ശക്തൻ നാടാർക്കെതിരായിട്ട് പ്രവർത്തിച്ചത് അതേ ആള് തന്നെയാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നാടാർ വിഭാഗത്തിലെ നല്ലൊരു ശതമാനം വോട്ട് ഈ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ആരാണോ കഴിഞ്ഞ തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ശക്തൻ നാടാരെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അവർ ആരോപിക്കുന്നത് അതേ ആൾക്കെതിരായിട്ട് അവർ സ്വാഭാവികമായിട്ടും അതിന്റെ ഗുണം കിട്ടിയത് LDFനാണ്. അതുകൊണ്ടാണ് LDFന് അതിശക്തമായ, കാരണം 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും അധികം വോട്ട് 39% വോട്ടാണ് കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. 39-40 40%. അവിടെ നിന്നാണ് തൊട്ട് 2 വർഷത്തിനുള്ളിൽ അവരുടെ ഗ്രാഫ് താഴേക്ക് വരുന്നത്, ഏറ്റവും വലിയ ഡിഫറൻസ് വരുന്നത് കാട്ടാക്കട. പക്ഷെ ഇത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്ക്, നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയുടെ പിന്നോക്കാവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ 14 നിയോജക മണ്ഡലങ്ങളിൽ നമുക്ക് കാണാം. ഇപ്പൊ 2016 തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ഷെയർ ഈ 14 മണ്ഡലങ്ങളിലും വർദ്ധിക്കുകയുണ്ടായി. അതിൽ കാട്ടാക്കടയിലും അതിൻ്റെതായ വളർച്ചയുണ്ടായി. അതായത് 2016 27% വോട്ട് BJP നേടുകയുണ്ട്. അപ്പൊ നമ്മൾ കോൺഗ്രസിന്റെ പരാജയത്തെ കോൺഗ്രസിന്റെ ആഭ്യന്തര സംഘർഷത്തെക്കാൾ ഉപരി തിരുവനന്തപുരം ജില്ലയുടെ പൊതുവായ രാഷ്ട്രീയ ഘടന വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് ഏതാണ്ട് തിരുവനന്തപുരം ജില്ല CPMഉം BJPയും തമ്മിലുള്ള മത്സരത്തിലേക്ക് ക്രമേണ പരിവർത്തനം ചെയ്യായിരുന്നു. ഇവിടെ നേരത്തെ അങ്ങനെയാണെങ്കിൽ ആ വോട്ട് BJPക്ക് ആയിരുന്നല്ലോ വരേണ്ടിയിരുന്നത്. കോൺഗ്രസിന് ഗണ്യമായി കുറഞ്ഞ വോട്ടുകൾ മുഴുവൻ കൂടിയത് അവിടെ CPM. അത് 2021 ഇത് എല്ലാ മണ്ഡലങ്ങളിലും കാണാം. കാരണം LDFന് 91 നിന്ന് 99 സീറ്റായിട്ട് LDF മാറുകയും കേരളം മുഴുവനും ഇടതുപക്ഷത്തിന് അനുകൂലമായ മുസ്ലിം ഏകീകരണം ഉണ്ടാകുകയും ധ്രുവീകരണം ഉണ്ടാകുകയും സമാന്തരമായിട്ട് കോവിഡ് കാലഘട്ടത്തിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ എല്ലാ കാര്യങ്ങളും ആ ഒരു അനുകൂല സാഹചര്യം 2021 അപ്പൊ 2021 മത്സരത്തിൽ നമ്മൾ വെറും പൊളിറ്റിക്കലായിട്ട് കാണണ്ട, അതിലൊരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റും ഉണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ധ്രുവീകരണം ഉണ്ടായി. 2 ഗുണങ്ങൾ, 2 കാര്യങ്ങൾ ഇടതുപക്ഷത്തിന് ഗുണകരമായി. അതൊരു പെർമനന്റ് ഫെനോമിനൻ അല്ല. ആ മുസ്ലിം ധ്രുവീകരണം 2025 ത്രിതല പഞ്ചായത്തിൽ വന്നപ്പോഴത്തേക്ക് കോൺഗ്രസിന് അനുകൂലമായി മാറുകയാണ് ചെയ്തത്. അപ്പം ഇടതുപക്ഷത്തിന് അനുകൂലമായ മുസ്ലിം ധ്രുവീകരണം ഒരു സ്ഥിരമായ വ്യവസ്ഥയല്ല. അത് ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഓരോന്നായി മാറും. അതുകൊണ്ട് ഞാനിവിടെ നമ്മൾ BJPയുടെ വളർച്ചയെ കാണുന്നത് അത്തരം വിഷയങ്ങളിലല്ല. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിലും മുന്നണി രാഷ്ട്രീയത്തിന്റെ ഘടനയിൽ നിന്നുകൊണ്ട് BJP ഒറ്റയ്ക്ക് ഈ തരത്തിൽ 2011 ശേഷം 16 21 അത് അതായത് BJPയുടെ ശരാശരി വോട്ട് ഷെയർ നമുക്കൊരു 19 നിന്ന് 27 പിന്നീട് 24% ഇങ്ങനെ ആ തരത്തിലേക്ക് മാറി. അത്
ലോകസഭയിൽ വരുമ്പോഴത്തേക്കും 31-36% അത് മാറുകയാണ് 2 തെരഞ്ഞെടുപ്പില്. അപ്പൊ ആ തരത്തിൽ ബി ജെ പിയുടെ വോട്ട് ഷെയറിന്റെ വളർച്ച നമ്മൾ കാണും. ഈ തെരഞ്ഞെടുപ്പില് ബി ജെ പിക്ക് ഒരു ലോകസഭയുടെ സീറ്റ് വോട്ടിന്റെ നിയർ ബൈ ബി ജെ പി നിലനിർത്തിയാലും ബി ജെ പി ജയസാധ്യതയുണ്ട്. കാരണം മുസ്ലിം ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് കോൺഗ്രസിന് കൊടുക്കുമോ അത് ഇടതുപക്ഷത്തിന് കൊടുക്കുമോ എന്നുള്ളത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും മുസ്ലിം ധ്രുവീകരണം പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലും നിയമം ഉൾപ്പെടെ ഇടതുപക്ഷത്തിനായിരിക്കും സാധ്യത. അങ്ങനെയാണെങ്കിൽ കാട്ടാക്കടയിൽ ഇടതുപക്ഷത്തിലേക്കായിരിക്കും അത്തരമൊരു ധ്രുവീകരണം ചെന്നെത്തുക. അല്ലെങ്കിൽ കാട്ടാക്കടയിൽ അത്രമാത്രം മുസ്ലിം വോട്ട് ഇല്ലല്ലോ. അല്ല, എന്നാലും ഒരു ഷെയർ വോട്ടുണ്ടല്ലോ, ന്യൂനപക്ഷ വോട്ടുകൾ. മുസ്ലിം മാത്രമല്ല, മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഒരു ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ട് അങ്ങനെ ബി ജെ പിക്ക് എതിരായിട്ട് കേന്ദ്രീകരിക്കാറുണ്ടോ? അല്ല, പൊതുവെ കോൺഗ്രസിന് അനുകൂലമായിട്ടാണ്, സാധാരണ കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് നിൽക്കുക. മറ്റു ജാതി സമവാക്യങ്ങളും അവിടെ വരാറുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും എനിക്ക് തോന്നുന്നത് ബി ജെ പിക്ക് എവിടെയാണോ ജയസാധ്യത, അല്ല ബി ജെ പിയെ തോൽപ്പിക്കാൻ ആർക്കാണോ സാധ്യതയുള്ളത് അവർക്ക് മൈനോറിറ്റി കൺസോളിഡേഷൻ ഉണ്ടാവുന്നതാണ്. ആ തരത്തിൽ ഉണ്ടാവാൻ സാധ്യത. പക്ഷെ അതിനെ അതിജീവിച്ചുകൊണ്ട് ബി ജെ പിക്ക് കാട്ടാക്കടയിൽ നിയമം പോലെ തന്നെ കാരണം ബി ജെ പിയുടെ ഗ്രോത്ത് വളരെ സ്റ്റേബിൾ ആണ്. കംഫർട്ടബിൾ ആയ ലെവലിൽ ബി ജെ പി മുന്നേറാണ്. ഒരു 4% ഗ്രോത്തും ബി ജെ പിക്ക് ഉണ്ടായാൽ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി വിജയം നേടുന്നതായിരിക്കും. കാരണം ആ തരത്തില് ഞാൻ പറയാൻ കാരണം കാട്ടാക്കട എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിൽ ചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പം തിരുവനന്തപുരത്തിലെ പ്രധാനമായിട്ട് കാട്ടാക്കട, മലയൻകീഴ്, മാർനല്ലൂർ, പള്ളിച്ചല്, വിളപ്പില്, അതുപോലെ വിളവൂർക്കൽ, ഈ പഞ്ചായത്തിലാണ് ഇതിനകത്ത് പെടുന്നത്. ഇതിൽ ഇവിടെ ഒരു വിഷയം നമ്മൾ ഇടതുമുന്നണിക്ക് എഗൻസ്റ്റ് ആയിട്ട് വരുന്നൊരു കാര്യം കണ്ടല ബാങ്ക് വിഷയമാണ്. അപ്പം കോടിക്കണക്കിന് രൂപ തിരിമറി നടന്ന ഇന്ത്യ മുഴുവനും ശ്രദ്ധേയമായ ഒരു സഹകരണ ബാങ്ക് കൊള്ള നടന്നൊരു പ്രദേശമാണ്. അതിനെതിരെ ശക്തമായ ഒരു ജനവികാരം ആ പ്രദേശത്തുണ്ട്. CPIയുടെ നേതാവാണ് അതിൽ ജയിലിൽ കിടക്കുന്നത്. പക്ഷേ അത് ഇടതുപക്ഷത്തിന്റെ മൊത്തത്തിലെ ഭാവിയെ അത് കാട്ടാക്കടയിൽ കാര്യമായി ബാധിച്ചു. കാരണം കാട്ടാക്കട ഒരു സെമി അർബൻ മണ്ഡലമാണ്. തിരുവനന്തപുരത്തിന്റെ അതേ കാറ്റ് തന്നെയാണ് അവിടെയും വീശുന്നത്. മാത്രമല്ല, ഇടതുപക്ഷത്തെ കുറിച്ച് കാട്ടാക്കടയിലെ വോട്ടർമാർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവില്ല. നമ്മൾ സ്വർണ്ണക്കൊള്ളയും മറ്റ് അഴിമതിയും ഒക്കെ ഇതിന്റെ പുറത്താണ് നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. അപ്പൊ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ദുർബലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. ഒന്ന്, കേരളം മുഴുവനും ആഞ്ഞടിക്കുന്ന അഴിമതിക്കെതിരായ 10 വർഷത്തെ ഗവൺമെന്റിനെതിരായ വികാരങ്ങൾ, അതിന് സമാന്തരമായിട്ട് കണ്ടല ബാങ്കും അതിനെ തുടർന്നുള്ള അഴിമതിയും കൊള്ളയും, അതൊക്കെ ഇടതുപക്ഷ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ആദർശ പുരുഷന്മാരായി ഒരു കാലഘട്ടത്തിൽ കണക്കാക്കിയവരായിരുന്നു അതിൽ ഈ വലിയ കൊള്ള നടത്തിയത്. അപ്പൊ അതിന്റെ സ്വാധീനം അതിൽ BJP ആണ്. അതിൽ ഇരയായ ആളുകൾക്ക് വേണ്ടിയിട്ട് സമരരംഗത്ത് മുന്നിൽ വന്നത് കോൺഗ്രസ് അല്ല, BJP ആയിരുന്നു. അപ്പൊ ആ തരത്തിൽ BJP കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലെ വലിയ വിജയം ഈ പ്രദേശത്ത് നേടിയ ഒരു മണ്ഡലം കൂടിയാണ്. BJPക്ക് മാറനല്ലൂർ പഞ്ചായത്തിൽ ഭൂരിപക്ഷം കിട്ടിയത്. ആ തരത്തില് BJPയുടെ ഒരു വലിയൊരു മുന്നേറ്റം ഉണ്ടായതാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കാൾ ഉപരി ഇടതുപക്ഷത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനവഞ്ചനയുടെയും ഒക്കെ പ്രതീകമായിട്ടുള്ള കണ്ടല ബാങ്ക് അഴിമതി അല്ലെങ്കിൽ കുംഭകോണം, അത് അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായ സ്വാധീനം ഉണ്ടാക്കും ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJPക്ക് ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. മറ്റ് കണക്കുകൾ നമ്മൾ നോക്കും. പരമ്പരാഗതമായ BJPയുടെ വളർച്ചാ നിരക്ക് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ BJPക്ക് 100% വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അത് ലോകസഭാ സീറ്റ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് നിലനിർത്തിയാലും BJPക്ക് ഈ മണ്ഡലത്തെ വിജയിക്കാൻ കഴിയും.